കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ നിന്നും 1-ാം ക്ലാസ്സുകാരി റോഡിലേക്ക് തെറിച്ചു വീണു. കോതമംഗലം GLP സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനി മണമൽ സ്വദേശി ആരാധ്യയാണ് ഓട്ടോറിക്ഷയിൽ നിന്നും തെറിച്ചു വീണത്. സ്കൂളിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷ അമിത വേഗത്തിലായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. അനഘ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, എന്തായിരുന്നു സംഭവിച്ചത്? കുട്ടിയുടെ ആരോഗ്യ നില എങ്ങനെയാണ്? ഇന്നലെ വൈകുന്നേരമാണ് 4 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കുറുവങ്ങാട് സെൻട്രൽ UP സ്കൂളിൽ നിന്ന് ഈ 1-ാം ക്ലാസ്സുകാരി ആരാധ്യയുമായി ഈ ഓട്ടോ തിരിക്കുന്നു. അതിനുശേഷം ഈ കുറുവങ്ങാട് ഭാഗത്തെത്തിയ സമയത്ത് അമിത വേഗതയിലായിരുന്നു ഈ ഓട്ടോ. ഈ കുട്ടി ഓട്ടോയിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീഴുകയായിരുന്നു. ഈ കുട്ടി പുറത്തേക്ക് വീണതിന് ശേഷവും ഈ ഓട്ടോ ഡ്രൈവറോ മറ്റോ ഒന്നും തന്നെ ഈ കുട്ടി തെറിച്ച് വീണത് കണ്ടിരുന്നില്ല. അതിനുശേഷം ഈ ഓട്ടോ വീണ്ടും മുന്നോട്ട് പോകുന്നതാണ് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. അതിനുശേഷം പിന്നീട് തൊട്ടടുത്ത് നിന്നിരുന്ന ഇതെല്ലാം കണ്ടിരുന്ന ഒരാൾ ഈ ഓട്ടോ ഡ്രൈവറെ വിളിച്ചതിന് ശേഷം മാത്രമാണ് ഇയാൾ ഈ വിവരം പോലും അറിയുന്നത്. അതിനുശേഷം കുട്ടി തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഈ വീഴ്ചയിൽ കുട്ടിയുടെ കൈക്കും കാലിനും ഒക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഈ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. പ്രദേശത്തെ ആ സമയം എത്തിയിരുന്ന ആളുകൾ ചേർന്നാണ് ഈ കുട്ടിയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും പ്രാഥമികമായ ചികിത്സ നൽകുന്നതും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ 1-ാം ക്ലാസ്സുകാരി ആരാധ്യയുടെ കുടുംബം, രക്ഷിതാക്കൾ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കാരണം അശ്രദ്ധമായാണ് ഈ വാഹനം ഓടിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മറ്റൊന്ന്, ഈ ഓട്ടോയ്ക്ക് ഇത്തരത്തിൽ കുട്ടികളുമായി പോകുന്ന വാഹനത്തിന് ഈ ഓട്ടോയുടെ മുന്നിൽ ഒരു കൈവരി സ്ഥാപിക്കണമെന്ന് നിയമമുണ്ട്. പക്ഷേ ആ ഓട്ടോയിൽ അങ്ങനെ ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലായിരുന്നു എന്നാണ് ഈ ദൃക്സാക്ഷികളടക്കം പറയുന്നത്. മാത്രമല്ല, കുട്ടികളുമായി പോകുന്ന വാഹനം ഈ രീതിയിൽ അമിത വേഗതയിൽ പോകാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെ ഉണ്ട്. അതൊക്കെ തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കുട്ടിയുമായി അമിത വേഗതയിലാണ് ആ ഓട്ടോ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഏറെ സങ്കടത്തോടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്, ആ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല. കൈക്കും കാലിനും ചെറിയ രീതിയിലുള്ള പരിക്ക് മാത്രമാണ് ഏറ്റിട്ടുള്ളത്. കുട്ടിക്ക് നിലവിൽ ആരോഗ്യസ്ഥിതിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.